ഹായ് ഗൈസ്, അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങളൊരു യാത്ര പോയി കേട്ടോ. വിശ്വപ്രസിദ്ധമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കായിരുന്നു യാത്ര. ഈ കഴിഞ്ഞ മെയ് 2-ാം തീയതി 9:45 മാവേലിക്കാണ് ഞങ്ങൾ പോയത്. കുട്ടികളും മുതിർന്നവരും എല്ലാമായിട്ട് 15 പേരോളം ഉണ്ടായിരുന്നു കേട്ടോ. പിറ്റേന്ന് രാവിലെ 6 മണിയോടുകൂടി ഞങ്ങൾ തിരുവനന്തപുരത്തെത്തി. ക്ഷേത്രത്തിനടുത്തായിട്ട് തന്നെ ഒരു റൂം എടുത്ത് എല്ലാവരും ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ദർശനത്തിനായി പോയി. നല്ല തിരക്കായിരുന്നു കേട്ടോ. അനന്തശായിയായ വിഷ്ണു ഭഗവാന്റെ പ്രതിഷ്ഠ 18 അടി നീളത്തിലാണ്. 3 കിളിവാതിലൂടെ മാത്രമേ ദർശനം സാധ്യമാകൂ. അങ്ങനെയൊക്കെ ഞാൻ പലയിടത്തും വായിച്ചിട്ടുണ്ട്, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ വല്ലാത്തൊരു ഉത്കണ്ഠയിലും ആകാംക്ഷയിലും ഒക്കെയാണ്. എൻ്റെ ശ്രദ്ധ മുഴുവനും എൻ്റെ ദൃഷ്ടിയിൽ മാത്രമാണ്. ചുറ്റമ്പലം കഴിഞ്ഞ് ഞങ്ങൾ ശ്രീകോവിലിനടുത്ത് എത്താൻ പോകുമ്പോഴൊക്കെ നല്ല തിക്കും തിരക്കാണ്. പലരും എന്നെ തള്ളുന്നുണ്ട്, തിരിച്ച് ഞാനും തള്ളുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങൾ ശ്രീകോവിലിന് മുന്നിലെത്തി. ഞാൻ എൻ്റെ കണ്ണുകളെ നന്നായി തുറന്നു പിടിച്ച് ആ കാഴ്ച മുഴുവനും എന്നിലേക്ക് പകർത്താൻ വേണ്ടി അത്രയും ജാഗരൂകയായിട്ടാണ് നിൽക്കുന്നത്. ഞാൻ എൻ്റെ മാക്സിമം ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട്, പക്ഷെ എനിക്കൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. ആകെ ഒരു ഡാർക്ക്നെസ് മാത്രം ഞാൻ കണ്ടത്, ഒരു ഇരുട്ട് മാത്രം. ഒരു ഇരുട്ടിലേക്ക് നോക്കിയതുപോലെ എനിക്ക് തോന്നിയത്, ഒന്നും ഞാൻ കണ്ടില്ല. പിന്നെ ഞങ്ങൾ ഉപദേവതകളെയൊക്കെ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് തന്നെ ഉച്ചഭക്ഷണം കഴിച്ച് ക്ഷേത്രത്തിൽ നിന്നും പുറത്തിറങ്ങി. ഞാൻ വളരെ വിഷമിച്ചാണ് ആ പടിക്കെട്ടുകൾ ഇറങ്ങിയത്. ഭഗവാനെ കാണണമെന്ന് കുറേ കാലമായി. ഞങ്ങൾ 2 മാസം മുന്നേ ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ്. അന്ന് മുതൽ ഉള്ളൊരാഗ്രഹമാണ് കാണാൻ പോവാണല്ലോ എന്നുള്ളത്. പക്ഷേ എന്തോ കാണാൻ പറ്റിയില്ല. പക്ഷേ ഈ തിരുവനന്തപുരം യാത്രയിൽ എന്നെ വിസ്മയിപ്പിച്ച ഒരു കാഴ്ച, അത് കുതിരമാളികയായിരുന്നു കേട്ടോ. ഞാനും ഹസ്ബൻഡ് മാത്രമാണ് കുതിരമാളികയിലേക്ക് പോയത്. ബാക്കിയെല്ലാവരും അവരുടേതായ പല യാത്രകളിലൊക്കെ ആയിരുന്നു. അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്കൊക്കെ അവർ പോയി. കുതിരമാളികയിലേക്കുള്ള എൻട്രൻസ് ഫീ 100 രൂപയാണ്. കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കാൻ ഇതുപോലുള്ളൊരു ഇടനാഴിയിലൂടെ വേണം പോവാട്ടോ. ഈ ഇടനാഴി എത്തുന്നത് ഒരു കോമ്പൗണ്ടിലേക്കാണ്. അവിടെ ഒരു കേരളീയ മാതൃകയിലുള്ളൊരു കെട്ടിടമുണ്ട്. അതിലൊരു റെസ്റ്റോറൻറ്റ് നടക്കുന്നുണ്ട്. ആ ഒരു നല്ല അറ്റ്മോസ്ഫിയറിൽ പാട്ടൊക്കെ കേട്ട് ഒരു ലസ്സിയൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ കുതിരമാളികയിലേക്ക് പോകുന്നത്. കുതിരമാളികയിൽ ഫോട്ടോസും വീഡിയോസും എല്ലാം അലൗഡാണ്. കൊട്ടാരത്തിന് പുറത്ത് വീഡിയോസ് എടുക്കാൻ 50 റുപ്പീസും കൊട്ടാരത്തിനുള്ളിൽ വീഡിയോസ് എടുക്കാൻ 500 റുപ്പീസുമാണ് അവർ ചാർജ് ചെയ്യുന്നത്. 1840 സ്വാതി തിരുനാൾ രാമവർമ്മ മഹാരാജാവ് പണി കഴിപ്പിച്ചതാണ് കുതിരമാളിക എന്നറിയപ്പെടുന്ന ഈ പുത്തൻ മാളിക കൊട്ടാരം. 22 ഏക്കർ സ്ഥലത്ത് ആണ് കേരള വാസ്തുവിദ്യാ മാതൃകയുള്ള ഈ കൊട്ടാരം. ഞാൻ ആദ്യമായി കാണാൻ കേട്ടോ. 1-ാമത്തെ നിലയുടെ മുകൾ ഭാഗത്ത് വരിവരിയായി കൊത്തിവെച്ചിരിക്കുന്ന 122 കുതിരകൾ ഒരു പടയോട്ടത്തിനെന്ന പോലെയാണ് അതിനെ കൊത്തിവെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മാളികയെ കുതിരമാളിക എന്നറിയപ്പെടുന്നത്. 1836 തഞ്ചാവൂരിൽ നിന്നും വന്ന 1500ഓളം ശില്പികൾ 4 വർഷം അഹോരാത്രം പണിഞ്ഞതാണ് ഈ വിസ്മയ കൊട്ടാരം. ഒറ്റക്കല്ലിൽ തീർത്ത തൂണുകളും കൊത്തുപണികളാൽ അലങ്കൃതമായ വാതിലുകളും മേൽക്കൂരകളും കൂടാതെ ഈ നീളൻ വരാന്തയൊക്കെ കുതിരമാളികയുടെ ഗതകാല പ്രൗഢി വിളിച്ചോതുന്നവയാണ്. കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം കാണുന്നത് തടിയിൽ നിർമ്മിച്ച കഥകളി രൂപങ്ങളാണ്. ഒരുവിധ എല്ലാ കഥകളി വേഷങ്ങളും ഒരു ചെറിയ കാര്യം പോലും വിടാതെ മനോഹരമായി പകർത്തി വച്ചിട്ടുണ്ട് കേട്ടോ. കൂടാതെ വളരെ പഴയതും പ്രസിദ്ധവുമായ പല വസ്തുക്കളും ഉണ്ട്. അവയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് 24 ആനകളുടെ കൊമ്പിൽ തീർത്ത സിംഹാസനം. കൂടാതെ ക്രിസ്റ്റലിൽ തീർത്ത വേറെ ഒരു സിംഹാസനം ഉണ്ട് കേട്ടോ. കൊട്ടാരത്തിൽ ടോട്ടൽ 80 മുറികളുണ്ട്. അതിൽ 20 മുറികൾ 1995 മുതൽ സന്ദർശകർക്കായി തുറന്നു കൊടുക്കുന്നുണ്ട്. ബാക്കി 60 എണ്ണം 2 നൂറ്റാണ്ടുകളോളായി അടഞ്ഞു തന്നെയാണ് കിടക്കണം. ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, കൊട്ടാരത്തിൻ്റെ ദർശനം തെക്കോട്ടാണ് കേട്ടോ. ഗോവണിയിലെ കൊത്തുപണികളൊക്കെ നമ്മളെ വിസ്മയിപ്പിക്കുന്നതാണ്.
ഒറ്റ നോട്ടത്തിൽ ഏതോ ഒരു ജീവിയാണെന്ന് തോന്നും. പക്ഷേ ഗൈഡ് പറഞ്ഞു തരുമ്പോഴാണ് അത് 3 ജീവികളുടെ ഒരു രൂപമാണെന്ന് മനസ്സിലാവുക. മുകളിലത്തെ നിലയിൽ ഒരു കിളിവാതിലിലൂടെ നോക്കിയാൽ അറ്റത്തുള്ള കിളിവാതിൽ വരെ എല്ലാം വരിവരിയായി കാണാൻ സാധിക്കും. പ്രസിദ്ധമായ മേത്തൻ മണിയും കൊട്ടാരത്തിൻ്റെ വടക്ക് വശത്തായിട്ടാണ്. ചരിത്രപ്രസിദ്ധമായൊരു ക്ലോക്കാണ് മേത്തൻ മണി. ഇരുവശത്തും ആടുകളുടെ രൂപമുണ്ട്. പിന്നെ ഒരു താടിക്കാരനായ മനുഷ്യൻ്റെ മുഖമുണ്ട്. ഓരോ മണിക്കൂറിലും ഈ ആടുകൾ ആ മനുഷ്യൻ്റെ കവിളുകളിൽ ഇടിക്കും. അതാണ് ഈ മണിയുടെ പ്രത്യേകത. വേറൊരു മുറിയിൽ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ ഒരു മായ ചിത്രം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇത് സ്വെറ്റോസ്ലോവ് റൂറിച്ച് എന്ന ചിത്രകാരൻ വരച്ചതാണ്. ചിത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രാജാവിൻ്റെ മുഖവും ചെരുപ്പുകളും എല്ലാം മുറിയുടെ ഏത് കോണിൽ നിന്ന് നോക്കുമ്പോഴും നമുക്ക് അഭിമുഖമായി കാണാൻ സാധിക്കും. കൊട്ടാരത്തിൻ്റെ തറ ചാർക്കോളും ചുണ്ണാമ്പുകല്ലും ഒക്കെ ചേർത്ത് മിനുക്കിയെടുത്തതാണ്. 2 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും നമ്മൾ അകത്തളങ്ങളിലൂടെ നടക്കുമ്പോഴൊക്കെ തണുപ്പ് നമ്മുടെ നെറുകയിലെത്തും. സ്വാതി തിരുനാൾ മഹാരാജാവ് ഉപയോഗിച്ചിരുന്ന മുകളിലത്തെ മുറിയിൽ നിന്ന് നോക്കിയാൽ പത്മനാഭസ്വാമി ക്ഷേത്രം കാണാൻ സാധിക്കും. അവിടെ ഇരുന്നും പോലെ അദ്ദേഹം കീർത്തനങ്ങൾ രചിച്ചിരുന്നത്. അതിനടുത്തായി തന്നെ ക്ഷേത്രത്തിലേക്ക് മഹാരാജാവ് പോകാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു രഹസ്യ വഴിയും ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. ഈ കൊട്ടാര കാഴ്ചകൾ കഴിഞ്ഞ കാലത്തിലേക്കുള്ള ഒരു തിരിഞ്ഞ നോട്ടവും കൂടാതെ ഒരു വിജ്ഞാനപ്രദമായ ഒരു കാര്യം കൂടിയാണ്. ആ രാജഭരണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ, അക്കാലത്തെ ശില്പങ്ങൾ, ചിത്രങ്ങൾ, കൂടാതെ രാജകുടുംബാംഗങ്ങൾ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ, തൊട്ടിലുകൾ, മറ്റ് വിദേശ ഭരണാധികാരികൾ കൊട്ടാരത്തിന് നൽകിയ സമ്മാനങ്ങൾ, ഇവയെല്ലാം തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ അതിഥി സൽക്കാരാണ് നമ്മളോട് വിളിച്ച് പറഞ്ഞു തരുന്നത്. അവർ ആതിഥ്യ മര്യാദയിൽ എങ്ങനെയായിരുന്നു, അവർ അതിഥികളെ എങ്ങനെ കണ്ടിരുന്നു, എങ്ങനെ സ്വീകരിച്ചിരുന്നു എന്നുള്ളതൊക്കെയാണ് നമുക്ക് ഓതിത്തരുന്നത്. ഞാനിവിടെ ഇതിൽ കുറേ കാര്യങ്ങൾ പറയാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. കൊട്ടാരത്തിൻ്റെ ആഡംബരവും നിഗൂഢതയും ആരെയും അയക്കുന്നതാണ്. കേരളത്തിൻ്റെ വൈവിധ്യമാർന്ന കലകളെ പ്രദർശിപ്പിക്കാനും സംരക്ഷിക്കാനും കൂടിയാണ് മഹാരാജാവ് ഈ കൊട്ടാരം പണിതത്. എങ്കിലും അദ്ദേഹത്തിന് 1 വർഷം പോലും തികച്ചും ഇവിടെ താമസിക്കാൻ പറ്റിയിട്ടില്ല. അദ്ദേഹം 1 വർഷത്തിനുള്ളിൽ തന്നെ നാടു നീങ്ങി. ഞാൻ ഒരു നിമിഷം അദ്ദേഹത്തെ മനസ്സിൽ നമിച്ചുകൊണ്ടാണ് ആ കുതിരമാളികയോട് വിട പറഞ്ഞത്. പത്മനാഭസ്വാമിയെ കാണാൻ പറ്റാത്ത ഒരു ഖേദം ഞാൻ ഇതിൽ മേക്കപ്പ് ചെയ്തു കേട്ടോ.